ഹലോ ഗൈസ്, M3D ടാക്കർ ഇൻറ്റീരിയർ വർക്ക്. നമ്മളിതിനു മുമ്പ് എപ്പോക്സിയിലും എപ്പോക്സി 3D ഫ്ലോറിങ് ആൻഡ് എപ്പോക്സി റെസിനാറ്റ് ടേബിൾ ടോപ്പ് കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഡിഫറെൻ്റായ വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഒരു 2 കൊല്ലത്തിന് മുമ്പ് നമ്മൾ കിപ്സം ഒരുപാട് കിപ്സത്തിൻ്റെ വർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമുക്കൊരു നല്ലൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വർക്ക് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. മാക്സിമം വീഡിയോ ഞാൻ കുറച്ചിട്ടുണ്ട്. വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണെന്ന് വെച്ച് നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. BOP കിപ്സം കൊണ്ടും അല്ലാതെ നമ്മുടെ എപ്പോക്സി റെസിൻ കൊണ്ടുള്ള വർക്ക് മാത്രമാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ. അതെങ്ങനെയാണ് കാണിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ BOP കോർണിഷ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ BOP സീലിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മളിവിടെ വെച്ച് തന്നെ ഗ്ലാസ്സിൽ ആഡ് ചെയ്താണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ആ സമയങ്ങളിൽ നമുക്ക് കാലാവസ്ഥ വളരെ മോശമായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തായാലും നമുക്കത്രയും ക്ലിയറൻസ് ഇല്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മഴ നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇത്തരം ലൈറ്റ് ഉണ്ടെങ്കിലും പവർ ഉണ്ടെങ്കിലും നമുക്ക് വീഡിയോസ് ക്ലിയർ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്കത് കാണിക്കാൻ പറ്റാതെ വന്നതിൽ ഉണ്ട്. എന്നാലും ക്ലിയർ ഇല്ലാതെ വീഡിയോ കാരണം കൊണ്ട് അപ്ലോഡ് ചെയ്യുന്നതിനകത്ത് എഡിറ്റിങ്ങിൽ ചേർക്കാൻ പറ്റാതായി. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ലിങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ചിലവർ ചോദിക്കുന്നു, നിങ്ങളുടെ വർക്കിന് ഏറ്റവും റേറ്റ് കൂടുതലാണ്. സംഭവം ശരിയാണ്. നമ്മൾ ഏറ്റവും റേറ്റ് കൂടുതലെന്ന് വെച്ചാൽ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ലൈവായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ചിലവർ ചോദിക്കുന്നു പ്ലാസ്റ്റർ പോളിഷാണോ ചോക്ക് പൗഡറാണോ? ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ല. ഇത് BOP കിപ്സം കൊണ്ട് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് സൈറ്റിൽ ഇരുന്ന് തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പ് വെച്ച് തന്നെ സാധനങ്ങൾ അതിൻ്റെ വേണ്ട മെറ്റീരിയൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു സാധനം നമ്മൾ പോയി കടയിൽ നിന്ന് മേടിക്കുന്നില്ല. ഡയറക്റ്റാണ് കിപ്സം പൗഡർ മേടിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ സീലിങ്ങിൻ്റെ മെത്തേഡ് നിങ്ങൾക്ക് നോക്കിയാൽ കഴിയും. വളരെ ഭംഗിയായിട്ടും ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ BOP വർക്ക് ആയിക്കോട്ടെ, വാൾ പാനലാകട്ടെ, അല്ലാതെ 3D വർക്ക് കംപ്ലീറ്റ് 3D വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഏത് വർക്കായാലും നമ്മൾ ഉത്തരവാദിത്തത്തോടു കൂടിയും ബെനിഫിറ്റോടു കൂടിയും ലൈഫോട് കൂടിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഒരു വർക്ക് ചെയ്തു അത് പോയില്ല. നമുക്കിപ്പം ടെമ്പററി പോലെ ചെയ്ത വർക്ക് 1-2 കൊല്ലം ഇല്ല ഒരു 5 കൊല്ലം ഇങ്ങനെ നിൽക്കുന്നതല്ല. അതൊരു ലൈഫായിട്ട് മാറണം. ഇത് ഏത് വ്യക്തി ചെയ്തോ അവരുടെ നമുക്കൊരു വർക്ക് അടുത്ത് കിട്ടണം, അടുത്ത് പേരിക്കും. പക്ഷേ റേറ്റ് സംഭവം ശരിയാണ്. മെറ്റീരിയലിനൊക്കെ ഉള്ള ഭയങ്കര റേറ്റാണ്. നമുക്ക് അത്രയും കൂലി കിട്ടിയില്ലെങ്കിലും മെറ്റീരിയലെല്ലാം നമ്മൾ വാങ്ങിക്കുന്ന ഓരോ മെറ്റീരിയലിനും നമ്മൾ GST അടച്ച് നമുക്ക് എന്നാലും അപ്രൂവോട് കൂടിയുള്ളതാണ്. നമുക്ക് ബില്ലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ലൈസൻസും ഉണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയലിൻ്റെ സകല ലൈസൻസും കൈ വെച്ചുകൊണ്ട് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം തെറ്റിദ്ധരിക്കില്ല. റേറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു ഇതില്ല. വർക്ക് കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ പോട്ടെ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് നമ്മൾ അങ്ങനെ സാധാരണമായിട്ട് എടുത്തിട്ട് നമുക്ക് ഉടനെ ചെയ്ത് കൊടുക്കാം. വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ഇതിനാണ് വിഷയം. അപ്പോൾ ലൈഫായിട്ട് ഇരിക്കുന്ന വർക്കുകൾ മാത്രം കസ്റ്റമറോട് കാര്യങ്ങൾ സംസാരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഏത് കാര്യമാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന സകലതിനും ഭയങ്കര റേറ്റ് എന്നാണ് ആൾക്കാർ പറയുന്നത്. സംഭവം ശരിയാണ്. ഇപ്പം 3D ഫ്ലോറിങ് ആയാലും ഹൈ റേറ്റാണ്. വെച്ചാൽ നമ്മൾ റെസിൻ മേടിക്കുമ്പം റെസിൻ വർക്ക് ചെയ്യുന്നവർക്കും അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. 1 കിലോയ്ക്ക് നമ്മൾ എത്ര രൂപ കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട്. ജർമ്മൻ റെസിൻ ഇമ്പോർട്ടിംഗ് റെസിൻ വാങ്ങിക്കുമ്പം 2000 രൂപ തോളും 1 കിലോയ്ക്ക് 2000 അത്രയും ഒരു ഗേജിന് കിട്ടുന്നുണ്ട്. അത് നമുക്കിവിടെ എത്തുമ്പോൾ GST ഒക്കെ അടിച്ച് വരുമ്പോൾ അത് ഹൈ ലെവൽ റേറ്റാണ്. പക്ഷേ അത് ചെയ്യുമ്പോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ലൈഫ് ലോങ് ആയിട്ടിരിക്കും. വാട്ടർ പ്രൂഫും അല്ലാതെ ജോയിൻ്റ് ഇല്ലാതെയും. നിങ്ങളുടെ ഈ വീഡിയോസ് കാണാത്തവർ ഈ ലിങ്ക് എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനത്തെ വർക്ക് മാത്രം നമ്മൾ ഗ്യാരണ്ടിയോട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ.
അപ്പോൾ വീഡിയോസ് കാണുക, ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്